ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ 1/2 kg വെയിറ്റ് വരുന്ന പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓവനില്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml 1 കപ്പ് മൈദയും പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ട് 3 തവണ അരിച്ചെടുത്താലും മതി. ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് കുറച്ച് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗും വാനില എസൻസും നല്ലപോലെ മിക്സ് ആവണം. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ നല്ല റിബൺ കൺസിസ്റ്റൻസി ആവുന്ന ലെവലിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഓവർ ബീറ്റിംഗ് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടാമത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ളതും കൂടി ചേർത്ത ശേഷം ബാക്കി മിൽക്കും കൂടി ഒഴിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാതെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി അവസാനം സ്പാച്ചിലയോ വിസ്ക് ഉപയോഗിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്യണം. ഞാൻ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, വിട്ടുപോയതാണ്. അപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് വരാനും നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഹോൾസ് വരാനും സാധ്യതയുണ്ട്. ഇനി ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് റിങ് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് ടിന്ന് വയ്ക്കുന്നത്. 25 to 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം മാത്രമേ ടിന്നിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേക്ക്. കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് 5 വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബോർഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോർഡ് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഇവിടെ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വെച്ചിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. അതാവുമ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ആ സ്പോഞ്ചിലേക്ക് നന്നായിട്ട് കിട്ടും. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ടൊന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഫില്ലിങ്സിനായിട്ട് ഞാൻ പൈനാപ്പിൾ ക്രഷ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ക്രഷിന് പകരം ഒരു പൈനാപ്പിൾ എടുത്ത് അത് ചെറുതായി കട്ട് ചെയ്ത് പാകത്തിന് പഞ്ചസാരയും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്ത് അത് തണുത്തതിന് ശേഷം അരിച്ചെടുത്താൽ ഇതുപോലെ ക്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ക്രഷ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആൽമണ്ടും കാഷ്യൂനട്ടും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ക്രഷ് ആക്കിയതാണ് ചേർക്കുന്നത്. ഇതല്ലെങ്കിൽ പൈനാപ്പിൾ പീസും ചേർത്ത് കൊടുക്കാം. ഇവിടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് സോക്ക് ചെയ്ത ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ക്രഷും നട്ട്സും നമുക്ക് അതിലേക്ക് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാം. ഓരോ ലെയർ വെക്കുമ്പോൾ ചുറ്റുപാടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാവും. വീഡിയോയിൽ കാണുന്ന പോലെ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ തേർഡ് ലെയർ വെച്ച് കൊടുത്ത് സോക്ക് ചെയ്യാം. തേർഡ് ലെയറും സോക്ക് ചെയ്ത ശേഷം ഈ കേക്ക് മൊത്തമായിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാക്കാൻ വെക്കണം. ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഫൈനൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഫൈനൽ ഫിനിഷിനായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് എസൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആദ്യം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിൽ മാത്രം ഞാൻ എസൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ. കേക്ക് ഇവിടെ ഫൈനൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഗ്ലേസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ സിറപ്പും 2 തുള്ളി യെല്ലോ കളറും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മാജിക്കിൻ്റെ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ടേൺ ടേബിൾ ഒന്ന് കറക്കിയതിന് ശേഷം ഗ്ലേസ് എല്ലാവിടെയും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് മുകളിലും സൈഡിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലേസ് എല്ലാവിടെയും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ ബോർഡൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഇവിടെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഇനി അതിൻ്റെ ഗ്യാപ്പിലും കേക്കിൻ്റെ താഴ്ഭാഗത്തും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ്
ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.